മക്കളെ, ഇന്ന് നമുക്ക് നീലി ചിടിയ എന്ന കവിതയുടെ ആശയം നോക്കാം. ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയിൽ ഇത് ചെയ്തതാണ്. എങ്കിലും ഇത് പഠിക്കാൻ പ്രയാസമുള്ള കുട്ടികളുണ്ടായിരിക്കും. എങ്ങനെ പഠിച്ചാലും മനസ്സിൽ നിൽക്കാത്തതും എഴുതുമ്പോൾ കിട്ടാത്ത അങ്ങനത്തെയൊക്കെ പ്രശ്നമുള്ള കുട്ടികളുണ്ടല്ലോ. അപ്പോൾ അവരൊന്നുകൂടി ശ്രദ്ധിക്കുക. കാരണം ഇതെങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഉഡായിപ്പ് വീഡിയോ ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും അത് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും. ആ ക്വസ്റ്റ്യൻ ആൻസർ ആശയം എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിന് വേണ്ടിയുള്ള ഒരു ഐഡിയ ആണ് പറയുന്നത്. നമുക്കിവിടെ നീലി ചിടിയ എന്ന കവിതയിലെ 4 വരികളാണ് തന്നിരിക്കുന്നത് അല്ലേ. എന്നിട്ട് ആശയം എഴുതാനാണ് പറഞ്ഞത്. ആദ്യം തന്നെ നമുക്കറിയേണ്ടത് നീലി ചിടിയ എന്ന കവിത എഴുതിയത് ആരാണ് എന്ന് നമുക്കറിയണം. അതുപോലെ തന്നെ ഈ വരികൾ വായിച്ചു കഴിഞ്ഞാൽ ഇത് ഏത് കവിതയിലെ വരികളാണ് എന്ന് നമുക്കറിഞ്ഞിരിക്കണം. അപ്പം ഇത് നീലി ചിടിയ എന്ന കവിതയിലെ വരികളാണ്. അപ്പം ഇത് എഴുതിയത് ആരാണ്, അത് രണ്ടും നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ, അത് നമുക്ക് ഇവിടെ നിന്ന് നോക്കി എഴുതാനൊന്നും കിട്ടൂല. എന്ത് ചെയ്യണം? ആ നീലി ചിടിയ എന്ന പേരും ഹരിവംശറായ് ബച്ചനാണ് എഴുതിയത് എന്നത് രണ്ടും ഒന്ന് എഴുതി പഠിക്കാം. പിന്നെ അത് സിമ്പിളായിട്ട് ചെയ്യേണ്ട വഴിയാണ്. ആദ്യം തന്നെ നമ്മൾ ചിടിയ എന്ന് എഴുതാം. ആശയം എഴുതാനുള്ള സിമ്പിൾ വഴിയാണ് കേട്ടോ. ചിടിയ, പിന്നെ എങ്ങനെ പോന്നിട്ടതാ ഇസ് പുനുഗി സേ ഉസ് പുനുഗി പർ, ഇങ്ങനെ എടുക്കാം. ചിടിയ ഇസ് പുനുഗി സേ ഉസ് പുനുഗി പർ, പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നേരെ പോന്നിട്ട് ഉസ് പുനുഗി പർ ഉടുക്കർ ഉണ്ടാ. ഉടുക്കർ ഉടുക്കർ ജാനേ വാലി എന്നുള്ള നമുക്ക് മാറ്റം വരുത്തണം. ജാത്തി ഹേ എന്നാക്കണം. അങ്ങനെ ഒരു സെൻറ്റൻസ് ആക്കാം. അടുത്തതും അതുപോലെ തന്നെ. ചിടിയ ഇൻ പത്തോമേം ഉൻ പത്തോമേം, ഇൻ പത്തോമേം ഉൻ പത്തോമേം, പിന്നെ എങ്ങനെ പോന്നിട്ട് ഈ താഴത്ത് ഫസ്റ്റുള്ള എടുക്കുക. ചിപ്കർ. ജാനേ വാലി എന്നുള്ളതിന് അതുപോലെ തന്നെ മാറ്റം വരുത്തി എഴുതണം. ജാത്തി ഹേ. ഓക്കെ, വളരെ സിമ്പിളായിട്ട് എഴുതാനുള്ള വഴിയാണ് കാണിച്ചു തന്നത്. ഇതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും 4 മാർക്കാണെങ്കിൽ 3 മാർക്ക് ലഭിക്കും, 5 മാർക്കാണെങ്കിൽ 4 മാർക്ക് എന്തായാലും ലഭിച്ചിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. എഴുതിയത് ഹരിവംശറായ് ബച്ചൻ കാ കവിത ഹേ നീലി ചിടിയ. ഹരിവംശറായ് ബച്ചൻ എഴുതിയ കവിതയാണ് നീലി ചിടിയ. ഈ സെൻറ്റൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക തന്നെ വേണം. ഈ സെൻറ്റൻസ് എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. ചിടിയ ഇസ് പുനുഗി സേ ഉസ് പുനുഗി പർ ഉടുക്കർ ജാത്തി ഹേ. ചിടിയ ഇൻ പത്തോമേം ഉൻ പത്തോമേം ചിപ്കർ ജാത്തി ഹേ. കണ്ടോ, ഈ ചിപ്കർ വരെ നമ്മൾ ചിടിയ, ഞാൻ പറഞ്ഞ പോലെ ചിടിയ ഉണ്ട്. പിന്നെ ഇൻ പത്തോമേ, ദാ ഇൻ പത്തോമേ ഉണ്ട്. പിന്നെ എന്താണ്? ഉൻ പത്തോമേ, ദാ ഉൻ പത്തോമേ. ചിപ്കർ. പിന്നെ ഈ ജാനേ വാലി എന്നുള്ളതിന് ജാത്തി ഹേ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞതും ചിടിയ ഇൻ പുനുഗി സേ ഉൻ പുനുഗി പർ, ഇവിടെ ചിടിയാന്ന് എടുക്കുക. പിന്നെ ഇൻ പുനുഗി സേ ഉൻ പുനുഗി പർ ഉടുക്കർ ഉണ്ടോ, ഉടുക്കർ. പിന്നെ ജാത്തി ഹേ, ഇതിനാണ് മാറ്റം വന്നത്. ജാനേ വാലി എന്നുള്ളത് എന്താണ്? ജാത്തി ഹേ. മനസ്സിലായല്ലോ? അപ്പോൾ വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റിയ വഴിയാണ് പറഞ്ഞത്. കവിതയുടെ ആശയം എഴുതാനുള്ള വളരെ സിമ്പിളായിട്ടുള്ള വഴി. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചാൽ ഓർമ്മയിൽ നിൽക്കാത്ത കുട്ടികളുണ്ടായിരിക്കും, അതുപോലെ തന്നെ പഠിക്കാൻ മടിയുള്ളവരും ഉണ്ടാവും അല്ലേ. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു ഐഡിയ ആണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.